നമസ്കാരം. ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ശീതയുദ്ധ കാലഘട്ടം. അക്കാലത്ത് ശത്രു രാജ്യങ്ങളുടെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഏതറ്റം വരെയും പോകുമായിരുന്നു. അത്തരമൊരു നിർണായകമായ ദൗത്യത്തിനിടെ ലോകത്തിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞ് ഹിമാലയത്തിന്റെ മഞ്ഞു മൂടിയ താഴ്വരകളിൽ ഒരു വലിയ ആണവ രഹസ്യം ഉപേക്ഷിക്കപ്പെട്ടു. 1965 ചൈനയുടെ മിസൈൽ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കുന്നതിനായി അമേരിക്കൻ ചാര സംഘടനയായ CIA ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നന്ദാദേവി കൊടുമുടിയിൽ സ്ഥാപിക്കുവാൻ ശ്രമിച്ച ഒരു പ്ലൂട്ടോണിയം ജനറേറ്ററിന്റെ തിരോധാനമാണ് ആ കഥ. ആറ്റം ബോംബിന്റെ ശേഷിയുള്ള പ്ലൂട്ടോണിയം മഞ്ഞിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ ദൗത്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നദീതടങ്ങളിൽ ഒന്നായ ഗംഗാ നദിയുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയായി മാറിയേക്കാം. 1965 ചൈന ഒരു അണുബോംബ് പരീക്ഷിച്ചതോടെയാണ് ഈ ദൗത്യത്തിന്റെ ആവശ്യകത ശക്തമാകുന്നത്. ചൈനയുടെ മിസൈൽ പരീക്ഷണങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനായി ഹിമാലയൻ കൊടുമുടികളിൽ ഒന്ന് തിരഞ്ഞെടുക്കുവാൻ CIA തീരുമാനിക്കുന്നു. നേപ്പാളിലേക്കും ടിബറ്റിലേക്കും വ്യക്തമായി കാഴ്ച നൽകുന്ന ഹിമാലയൻ കൊടുമുടികളെക്കുറിച്ച് അമേരിക്കൻ വ്യോമസേനാ മേധാവി ജനറൽ കർട്ടിസ് ലേമയ്ക്ക് വിവരം നൽകുന്നത് എവറസ്റ്റ് പർവ്വതാരോഹകനും ഫോട്ടോഗ്രാഫറുമായ ബാരി ബിഷപ്പാണ്. ഇതിനെ തുടർന്ന് രഹസ്യമായി ഒരു ശാസ്ത്രീയ ഗവേഷണ യാത്രയുടെ മറവിൽ ഒരു പർവ്വതാരോഹണ സംഘത്തെ ഏർപ്പാടാക്കാൻ CIA ബിഷപ്പിനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ചൈനീസ് നീക്കങ്ങളോടുള്ള ആശങ്ക അക്കാലത്ത് ഇന്ത്യക്കും ഉണ്ടായിരുന്നതിനാൽ ദൗത്യത്തിൽ നിശബ്ദമായി പങ്കുചേരുവാൻ ഇന്ത്യ തീരുമാനിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിലെ പർവ്വതാരോഹകനായ ക്യാപ്റ്റൻ MS കോഹ്ലിയായിരുന്നു ദൗത്യത്തിന്റെ ഇന്ത്യൻ തലവൻ. കഞ്ചൻജംഗയിൽ ഉപകരണം സ്ഥാപിക്കാനുള്ള ആദ്യത്തെ നീക്കത്തെ കോഹ്ലിയും അമേരിക്കൻ പർവ്വതാരോഹകനും അഭിഭാഷകനുമായ ജിം മക്കാർത്തിയും എതിർക്കുകയും ഒടുവിൽ നന്ദാദേവി കൊടുമുടി ഇതിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ ദൗത്യത്തിനായി കൊണ്ടുവന്ന പ്രധാന ഉപകരണങ്ങളിൽ ഒരെണ്ണം SNAP-19C എന്ന 13 കിലോഗ്രാം ഭാരമുള്ള ആണവ ജനറേറ്ററായിരുന്നു. നാഗസാക്കിയിൽ ഉപയോഗിച്ച അണുബോംബിലെ പ്ലൂട്ടോണിയത്തിന്റെ ഏകദേശം 1/3 ഭാഗം ഈ ഉപകരണത്തിൽ അടങ്ങിയിരുന്നു. 1965 സെപ്റ്റംബറിൽ പർവ്വതാരോഹണം ആരംഭിച്ചു. ശരിയായ കാലാവസ്ഥാ പഠനങ്ങൾ കൂടാതെ ഹെലികോപ്റ്ററിൽ അവരെ ഉയർന്ന പ്രദേശങ്ങളിൽ എത്തിച്ചു. പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. എന്നാൽ പ്ലൂട്ടോണിയം നൽകുന്ന ചൂട് അവർക്ക് ആശ്വാസമായി. റേഡിയോ ആക്റ്റീവ് ഇന്ധനമായ പ്ലൂട്ടോണിയം ചൂട് പുറത്തുവിട്ടിരുന്നതിനാൽ അത് ചുമക്കുന്നതിനായി ഷെർപ്പകൾ പോലും മത്സരിച്ചിരുന്നുവെന്ന് കോഹ്ലി പിന്നീട് ഓർമ്മിച്ചു. അന്ന് ആ ഉപകരണത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. 1965 ഒക്ടോബർ 16 കൊടുമുടിക്ക് സമീപം വെച്ച് ശക്തമായ മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റും ഉണ്ടായി. കൊടുങ്കാറ്റിൽ അകപ്പെട്ട തങ്ങൾക്ക് 99% മരണം ഉറപ്പായിരുന്നുവെന്ന് ഇന്ത്യൻ പർവ്വതാരോഹകരിൽ ഒരാളായ സോനം വാങ്യാൽ പിന്നീട് വെളിപ്പെടുത്തി. ജീവൻ രക്ഷിക്കാനായി ഉപകരണങ്ങൾ ഉപേക്ഷിച്ച് ഉടൻ താഴെ ഇറങ്ങുവാൻ കോഹ്ലി ഉത്തരവിട്ടു. ഉപകരണങ്ങൾ ക്യാമ്പ് 4 മഞ്ഞു മൂടിയ ഒരു മലഞ്ചെരുവിൽ ഒളിപ്പിച്ചു വച്ച ശേഷം അവർ തിടുക്കത്തിൽ താഴേക്കിറങ്ങി. ഏകദേശം 13 കിലോഗ്രാം പ്ലൂട്ടോണിയം അടങ്ങിയ ആ ആണവ ഉപകരണം അങ്ങനെ ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ താഴ്വരയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അടുത്ത വർഷം ഉപേക്ഷിച്ച ഉപകരണം വീണ്ടെടുക്കുവാൻ സംഘം വീണ്ടും നന്ദാദേവിയിലെത്തുന്നു. എന്നാൽ ആ ഉപകരണമോ അതവിടെ വച്ച ഐസ് തട്ടോ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു മഞ്ഞുമല ഇടിച്ചിലിൽ എല്ലാം ഒലിച്ചു പോയിരുന്നു. ഇതൊരു വളരെ വലിയ ഗുരുതരമായ പ്രശ്നമായിരിക്കുമെന്നാണ് പ്ലൂട്ടോണിയം ചോർന്നു പോകുമെന്ന ഭയത്താൽ CIA ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് കോഹ്ലി ഓർമ്മിച്ചു. ചൂട് പുറത്തുവിടുന്ന ഉപകരണം മഞ്ഞിനെ ഉരുക്കി താഴേക്ക് താഴ്ന്നു പോയിരിക്കാമെന്നാണ് മക്കാർത്തി അഭിപ്രായപ്പെട്ടത്. പിന്നീട് മാസങ്ങളോളം വികിരണ ഡിറ്റക്ടറുകളും ഇൻഫ്രാറെഡ് സെൻസറുകളും ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലുകളെല്ലാം പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ട ദൗത്യത്തിന്റെ രഹസ്യം 1978 വരെ മൂടിവെക്കപ്പെട്ടു. ഒരു യുവ റിപ്പോർട്ടറായ ഹൊവാർഡ് കോൺ ഔട്ട്സൈഡ് എന്ന മാസികയിൽ ഈ കഥ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. CIA തങ്ങളുടെ വെള്ളത്തിൽ വിഷം കലർത്തുന്നു എന്നെഴുതിയ പ്ലക്കാർഡുകളുമായി ഇന്ത്യയിൽ പ്രതിഷേധങ്ങൾ അലയടിച്ചു. തുടർന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറും സംഘവും രഹസ്യമായി കാര്യങ്ങൾ ഒതുക്കി തീർത്തു. ഈ ദൗത്യത്തിൽ പങ്കെടുത്ത പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാൽ ഗംഗാ നദിയുടെ ആരംഭത്തിൽ ഒഴുകിച്ചിരുന്ന മഞ്ഞുമലയുടെ സമീപം പ്ലൂട്ടോണിയം ഉപേക്ഷിച്ചതോർത്ത് ജിം മക്കാർത്തിക്ക് ഇന്നും അമർഷം അടക്കാനാകുന്നില്ല. ഗംഗയെ ആശ്രയിച്ച് എത്ര പേരാണ് ജീവിക്കുന്നതെന്ന് അറിയാമോ? ആ ഗ്ലേസിയറിന് സമീപം പ്ലൂട്ടോണിയം ഉപേക്ഷിക്കുവാൻ കഴിയില്ല, അദ്ദേഹം രോഷത്തോടെയാണ് അന്ന് പറഞ്ഞത്. ദൗത്യത്തിലെ ഇന്ത്യൻ നേതാവായിരുന്ന ക്യാപ്റ്റൻ MS കോഹ്ലി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അധ്യായമായാണ് ഇതിനെ കാണുന്നത്.
CIA ഞങ്ങളെ ഇരുട്ടിൽ നിർത്തി. അവരുടെ പദ്ധതി വിഡ്ഢിതമായിരുന്നു. അവരുടെ നടപടികൾ വിഡ്ഢിതമായിരുന്നു. അവരെ ഉപദേശിച്ചവർ വിഡ്ഢികളായിരുന്നു. അതിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയി. അദ്ദേഹം തൻ്റെ മരണം വരെ ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. നന്ദാദേവിയിലെ ആണവ രഹസ്യം ഒരു പരാജയപ്പെട്ട ശീതയുദ്ധ ദൗത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, പ്ലൂട്ടോണിയം പോലെയുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾക്ക് 10,000-കണക്കിന് വർഷം നിലനിൽക്കുവാൻ ശേഷിയുണ്ട്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ എവിടെയോ മഞ്ഞിനടിയിൽ മറഞ്ഞു കിടക്കുന്ന ഈ അപകടകരമായ സമ്മാനം എപ്പോൾ വേണമെങ്കിലും മഞ്ഞിൽ നിന്ന് പുറത്തു വരാം. ശാസ്ത്രീയ സർവേകളിലൂടെ ഈ നിമിഷം വരെയും റേഡിയോ ആക്റ്റീവ് ചോർച്ച സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും കാലാവസ്ഥ വ്യതിയാനം മൂലം ഹിമാലയങ്ങൾ ഉരുകുന്നത് ആത്യന്തികമായി ഉപകരണം തുറന്നു കാട്ടപ്പെടാനും കോടിക്കണക്കിന് ആളുകളുടെ ജീവനാഡിയായ ഗംഗാ നദിയുടെ ഉറവിടം മലിനമാകാനും സാധ്യതയുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇത് ഗംഗാ നദീതടത്തിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ ഭീഷണിയായി നിലനിൽക്കുന്നു. രാഷ്ട്രങ്ങളുടെ രഹസ്യ നീക്കങ്ങൾ പ്രകൃതിക്കും മനുഷ്യജീവനും വരുത്തിവെച്ചേക്കാവുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഹിമാലയത്തിലെ ഈ മഞ്ഞുമൂടിയ ആണവ രഹസ്യം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.